നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നിപ്പോൾ എന്താ 4 മണി ചായക്ക് ഉണ്ടാക്കുക? ജയശ്രീയ എന്താ ഉണ്ടാക്കുക? അട ഉണ്ടാക്കിയാലോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വേഗം ഇല കൊണ്ടുവരാം കേട്ടോ. ഇല കൊണ്ടുവരാൻ പോവാം നമുക്ക് കേട്ടോ. ഇല കൊണ്ടുവന്നിട്ട് 5-6 അട ഉണ്ടാക്കിയിട്ട് നമുക്കിത് ചായ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ. ഇപ്പം നമ്മുടെ തെക്കേ വളപ്പിലുള്ള വാഴയുടെ അടുത്തേക്ക് പോവാം. വാഴയുണ്ട്, കൊപ്പയുണ്ട്, കുറേ മരങ്ങളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മുടെ വാഴയെടുത്തെത്തി. അധികം വീതിയില്ല കേട്ടോ, ഈ ചെറിയ ഇലയാണ്. എന്നാലും ഇതിൽ തന്നെ നമുക്ക് കീറിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തുമ്പൊന്ന് പൊട്ടിച്ചിട്ട് മേൽപോട്ട് കീറിയിട്ട് ഇങ്ങനെ കീറി ചീന്തി എടുക്കാം നമുക്ക്. ഞാൻ 8 അടയ്ക്കുള്ള ഇല എടുക്കണം കേട്ടോ, 8 കീറ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം ആയി, നമുക്ക് പോവാം തിരിച്ച്. ഇതാ അടയ്ക്കുള്ള പൊടി ഇതാട്ടാ, പൊൻകതിർ റൈസ് പൗഡർ 1 ഗ്ലാസ് പൊടിയെടുക്കാം. നൈസ് പൗഡറാട്ടോ, വളരെ നൈസാണ് ഇത് കേട്ടോ. മതി ഇത് മതിയല്ലേ? മതി. ഈ പൊടി ഈ പ്ലേറ്റിലിട്ടു. ഇനി അതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ് പൊടി ഇട്ടു ഞാൻ. ഇനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ ഹാർഡായിരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള അട കിട്ടണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം കേട്ടോ. തിളപ്പച്ചെടുത്ത വെള്ളം ഇപ്പം തന്നെ കേട്ടോ. സ്പൂണ് വേണം, കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. പിന്നെ ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ. അധികം ഒഴിച്ചു പോയാൽ അധികമായ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി നെയ്യിടാം കേട്ടോ. നെയ്യിട്ടാൽ നല്ല സ്വാദല്ലേ. കുറച്ച് നെയ്യ് എടുത്തിട്ട് ഞാനിത് കൂട്ടി കുഴയ്ക്കുകയാണ് കേട്ടോ. നെയ്യിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നെയ്യ് വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഉള്ള കാരണം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇട്ടാൽ ഒരു ടേസ്റ്റ്, ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലയൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഈ ഇല ഒന്ന് തുടയ്ക്കണം കേട്ടോ. എല്ലാ ഇലച്ചീന്തുകളും നന്നായിട്ടൊന്ന് തുടച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളയാം. ഇനി അതിലേക്ക് ഈ മാവ് കുഴച്ചത് അതിലേക്ക് ഉരുളകളാക്കി വയ്ക്കുക. എല്ലാത്തിലും നിരനിരാന്ന് അങ്ങോട്ട് വയ്ക്കാം. ഞാൻ 8 ഇലക്കഷ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. 8 എണ്ണത്തിലും ആക്കി ഓരോന്നോരോന്നായിട്ട് പരത്താം. എല്ലാതും പരത്തി വരുമ്പോഴേക്കും അവിടെ ജയശ്രീ നാളികേരം കൊണ്ടുവരുമ്പോൾ ചെറുകണുണ്ട് അവിടെ. പരത്തുമ്പോൾ കയ്യുമ്മ ഒന്ന് നനയ്ക്കണം, നല്ലതാണ് വെള്ളം കൊണ്ടേ. അപ്പോൾ ഒട്ടി പിടിക്കില്ലേ കയ്യുമ്മ, പരത്താൻ സുഖം. നാളികേരം വന്നു, അതിൽ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. നാളികേരത്തിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ലതാണ് കേട്ടോ, പക്ഷേ എല്ലാവർക്കും മധുരമുള്ളതല്ലേ ഇഷ്ടം. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നാളികേരം മിക്സ് ചെയ്ത് ഇതിൽ വെക്കുകയാണ്. ജസ്റ്റ് ഞാനിപ്പോൾ വരാം കേട്ടോ. അപ്പുറത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ്. അപ്പോഴും ജയശ്രീ ഇതിലൊക്കെ നാളികേരമൊക്കെ വെച്ച് എല്ലാം പരത്തി കഴിഞ്ഞു കേട്ടോ. നാളികേരം എല്ലാത്തിലും ഇട്ടതിന് ശേഷം മടക്കിയിട്ട് നമുക്കിനി അത് അടുപ്പത്ത് വെച്ച് അട ചൂടാം. പകുതി ഭാഗത്ത് ഇട്ടാൽ മതി നാളികേരം, എന്നിട്ടിങ്ങനെ മടക്കുക. അപ്പോൾ എല്ലാ ഭാഗത്താവും. നമ്മൾ ഉണ്ടാക്കണത് ഇന്ന് പരന്ന ഒരു ചട്ടിയുണ്ട്. നമ്മളന്ന് 3 ചട്ടി വാങ്ങിയില്ലേ, അതിലത്തെ ഏറ്റവും ചെറിയ ചട്ടി ഇതാണ് പരന്നത്. അതിനുള്ളിലേക്ക് ഇടുക. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇതിൽ ചട്ടിയിൽ ദോശത്തട്ടിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇതിൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശത്തട്ടിൽ പിന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. തൽക്കാലം ഇതിൽ ഉണ്ടാക്കി നോക്കാം നമുക്ക്. പണ്ടൊക്കെ എങ്ങനെയാണ്, ഓട്ടുകലത്തിലാണ് ഉണ്ടാക്കുക. ഓട്ടുകലത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഓട്ടട എന്ന് പേര് വരിക അത്രേ. ഇനി ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ഭാഗം വേവും. അപ്പോൾ ഇല വീണ്ടും കഴിയുമെന്ന് മറച്ചിടുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇല വിട്ട് കഴിഞ്ഞാൽ വെന്തു എന്നർത്ഥം. പിന്നെ വറുത്ത പൊടിയല്ലേ, അതേ കണ്ടോ ഇപ്പുറം എന്തുണ്ട് നോക്കിയിടണോ. വേണമെങ്കിൽ കുറച്ച് നേരം ഇട്ട് ഹാർഡാവും ഒന്നുകൂടിയും, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് കിട്ടും. ഇതാ ഒന്നാമത്തെ അട റെഡി, എടുക്കാം. എടുത്തു. നെക്സ്റ്റ് വൺ അതും എടുക്കാം.
പിന്നെ അടുത്തത് ഇങ്ങനെ ഇടുക. നമ്മുടെ അട റെഡി ആയിട്ടോ. ജയശ്രീ കഴിക്കാം. യെസ് അങ്ങനെ 4 മണി ചായയുടെ പലഹാരം റെഡി. എന്താ പലഹാരം ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് പിടി കിട്ടുന്നില്ല. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടയാണ് ഉണ്ടാക്കിയത്. സോഫ്റ്റ് അട, നല്ല പൊടിയാണല്ലോ, ചൂടുവെള്ളം കൂട്ടി കുഴച്ചത് കൊണ്ടാണ് കുറച്ചുകൂടി സോഫ്റ്റായി ഉണ്ടാവുക. പക്ഷെ എനിക്കിഷ്ടമെന്നുകൊണ്ട് ഹാർഡാണ് കേട്ടോ. അതായത് കടിക്കുമ്പോൾ നല്ല ഒന്നുകൂടി ഉണങ്ങണം. ഇപ്പം കണ്ട അതിനാണോ അപ്പോൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി കേട്ടോ. നല്ലതാണ്. നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. 4 മണിക്ക് ഉറങ്ങി എനിക്ക് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പവും. അപ്പം ഇങ്ങനെ 2 അടയാണ് കിട്ടിയാൽ ഇഷ്ടമല്ലേ. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് അട കൊടുത്താൽ ഭയങ്കര ഇഷ്ടം. പലതരം അട ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പടി ഉണ്ടാക്കാം, പുല്ലട ഉണ്ടാക്കാം, പിന്നെ അരിയട ഉണ്ടാക്കാം, ഏതാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ അടയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ചോട്ടതുണ്ടോ? മധുരമുണ്ട്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇരുമ്പിൻ്റെ ദോശട്ട് ഉണ്ടാക്കാറ് കേട്ടോ. ദോശട്ടിൽ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് മൺചട്ടിയിലാണ്. പക്ഷേ എനിക്കിഷ്ടം ദോശത്തട്ടാണ്. ദോശട്ട് കാണാല്ലേ. വാ 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 എന്നാ തിന്നോ നീ എന്നാ